നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. രഘുവേട്ട, ഇനി വീട്ടിലേക്ക് പോയിക്കോ, ഞാനുണ്ടല്ലോ അവിടെ. രഘുവേട്ടൻ ഫുൾ ടൈം ഇവിടെ തന്നെ നിന്നാ അച്ഛനും അമ്പിളിച്ചേച്ചിയും രഘുവേട്ടനെ കൂടുതൽ തെറ്റിദ്ധരിക്കുള്ളൂ. അതെ രഘുവേട്ട, അമ്പിളിച്ചേച്ചി പ്രതിഷേധിച്ചാലും രഘുവേട്ടൻ ചേച്ചിയുടെ കൂടെ നിന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കും. എങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവൂ. ഞാൻ പോവാൻ ചെയ്തു. ദാസങ്ങൾ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ കണ്ടു പോവാന്ന് വിചാരിച്ചതാ. ശരി. ആ, കുറച്ച് സമയം നിങ്ങളൊന്ന് പുറത്തേക്ക് നിന്നേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. ആ ഡോറൊന്ന് അടച്ചേരെ. എങ്ങനെയുണ്ട് ഇപ്പൊ? വേദനയൊക്കെ കുറഞ്ഞില്ലേ? കുറവുണ്ട്. ദാസങ്ങള് ചീരുവിനെയും കുഞ്ഞിനെയും കാണാൻ വരുന്നതാണോ രഘുവേട്ട, അതോ ആമയോട് നിങ്ങൾ സംസാരിക്കാനോ? അറിയില്ലനു, ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടോന്ന് അറിയാനാ വിളിച്ചത്. ഉണ്ടെന്ന് പറഞ്ഞപ്പോ അങ്കിള് വരാന്ന് പറഞ്ഞു. ആ രഘുവേട്ട, അങ്കിള് വരുന്നുണ്ട്. എന്താ രണ്ടാളും പുറത്തേക്കണേ? ഡോക്ടർ ശിരുവിനെ പരിശോധിക്കണോ? അല്ല അങ്കിളെ, സിസ്റ്റേഴ്സ് സ്റ്റിച്ചില് മരുന്ന് വെക്കാൻ തോന്നുന്നു. ഇപ്പൊ കഴിയും. അത് നടക്കട്ടെ. ഞാൻ ഇന്നലെ രാത്രി വീട്ടിൽ പോയി അണ്ണനെ അമ്പിളിയും കണ്ട് സംസാരിച്ചു. അണ്ണൻ കാര്യങ്ങളൊക്കെ നേരത്തെ മനസ്സിലാക്കിയതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ അമ്പിളി അങ്ങോട്ട് പിടി തരുന്നില്ല. അങ്കിളെ, ചേച്ചിക്ക് നല്ല വിഷമം കാണും. അത് സ്വാഭാവികല്ലേ? അങ്കിള് സത്യാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കിയില്ലേ ചേച്ചിയെ? ഞാൻ പറയാവുന്നതിന്റെ മാക്സിമം പറഞ്ഞു. അവളതിൽ നിന്ന് എന്താ മനസ്സിലാക്കിയെന്ന് എനിക്കറിയാം. അതെന്താ അങ്കിളെ? അങ്കിളിനെ അറിയാത്തൊരു വിഷയം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് അവൾക്ക് ബോധ്യപ്പെട്ട് കാണില്ലേ? അതുകൊണ്ട് എന്താ രഘു കാര്യം? നിന്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അറിയേണ്ടത് ഞാനല്ലല്ലോ, അവളല്ലേ? ഇനിയിപ്പോ ഞാനായാലും അണ്ണനായാലും ഈ നിൽക്കുന്ന അനുപമയായാലും നിന്നെ ന്യായീകരിക്കാനേ ശ്രമിക്കുള്ളൂ എന്ന് അമ്പിളിക്കറിയാം. അത് അവളുടെ ജീവിതം തകരാതിരിക്കാനാണെന്നും അവൾക്കറിയാം. എന്തായാലും ഇത്തവണ അമ്പിളി വലിയ ബഹളമൊന്നും ഉണ്ടാക്കിയില്ല. അവളാകെ സൈലന്റ്, സെന്റിമെന്റൽ. അങ്കിളെ, ചേച്ചി പാവോ, പഞ്ചപാവോ. ചിലപ്പോ നമ്മളെയൊക്കെ അമ്പരിപ്പിച്ച് ഒറ്റയടിക്ക് ചേച്ചി രഘുവേട്ടനോട് ക്ഷമിച്ചെന്നു വരിക്കും. കാരണം രഘുവേട്ടൻ ഇല്ലാതെ ജീവിക്കാൻ ചേച്ചിക്ക് കഴിയില്ല. ശരിയാണ്. എന്നോട് സ്നേഹം കൊണ്ട് തന്നെയാ അവൾ എന്നെ സഹായിക്കുന്നതും എന്റെ സ്വാതന്ത്ര്യത്തെ തടയുന്നതുമൊക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ മുന്നിൽ അവൾ സൈലന്റ് ആയിരിക്കും. പക്ഷേ എന്നോട് അമ്പിളി എങ്ങനെ പ്രതികരിക്കാന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ഇനിയിപ്പോ അവൾ എങ്ങനെ പ്രതികരിച്ചാലും നീ അത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ രഘു. ആ, അതവിടെ നിൽക്കട്ടെ. എനിക്കൊന്ന് ആമയെ കാണണം. ഞാൻ അണ്ണനും അമ്പിളിക്കും കൊടുത്ത വാക്ക് അവള് കൂടി അറിഞ്ഞിരിക്കണമല്ലോ. അത് മാത്രമല്ല, ഇതുവരെ ഉണ്ടായ പ്രശ്നങ്ങളിൽ അവൾക്കും ചില മാനസിക പ്രശ്നങ്ങൾ കാണും. ആരുമില്ലാത്ത അവളെ സമാധാനിപ്പിക്കാൻ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ആ, അത് ശരിയാ. പാവം അവള് വല്ലാതെ വിഷമിച്ചിരിക്കുക. അങ്കിളിനെ കണ്ട ആമിക്ക് അതൊരു വലിയ ആശ്വാസവും. എന്നാ നമുക്കങ്ങോട്ട് പോയാലോ? നീ വരണ്ട രഘു. ആമയെ കാണാൻ ഞാനും അനുവും കൂടി പോവാം. നമുക്കങ്ങോട്ട് പോയാലോ? അങ്കിളെ, ഞാൻ വരണോ? വരണം. ഇതുവരെ രഘു ആമയെ സഹായിക്കുന്ന കാര്യം എനിക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ഇനി അത് പോരാ. ആമയും കുഞ്ഞിനെ സഹായിക്കുന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് രഘു പിന്മാറുകയും പകരം ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്ന കാര്യം അവളെ അറിയിക്കുമ്പോൾ മൂന്നാമതൊരാൾ കൂടി അത് അറിഞ്ഞിരിക്കണം. മോളെ, നീ ഇവിടെ നിൽക്ക് രഘു. വാ.